friends, welcome back to Babu's World. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഷീറ്റുകൾ തമ്മിൽ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെയിൽസ് സമ്മറി റിപ്പോർട്ടാണ് മന്ത് വൈസിലുള്ള. എനിക്കിവിടെ മന്ത് വൈസിലുള്ള സെയിൽസിന്റെ ടോട്ടൽ ഉണ്ട്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിന്റെ ഷീറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഷീറ്റിലേക്ക് തന്നെ വരും. അതുപോലെ മാർച്ചിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, മാർച്ചിന്റെ ഷീറ്റിലേക്ക് പോയി. തിരിച്ചു വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഏപ്രിൽ ഇവിടെ ഈ ഷീറ്റിലേക്ക് വന്നു. റിട്ടേൺ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിലാണ് നമ്മൾ ലിങ്ക് ഉപയോഗിക്കുന്നത്, ഹൈപ്പർ ലിങ്ക് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓൾറെഡി ഇവിടെ ഡാറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റോ അല്ലെങ്കിൽ ഐക്കണോ ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഇതിൽ ഒരു ഐക്കൺ ഇൻസേർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് റീസൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ട സൈസിലേക്ക് റീസൈസ് ചെയ്യാം. കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഇതിന്റെ 3 കോപ്പി എടുക്കാം. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ ഷീറ്റിന്റെ പേരും കൂടെ കാണിക്കുന്നുണ്ട് ഈ ഫയലിലെ. ഇതിൽ എവിടേക്കാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ ഷീറ്റ് സെലക്ട് ചെയ്യുക. അതിൽ എത്രാമത്തെ സെല്ലിലേക്കാണോ നിങ്ങൾക്ക് കേഴ്സർ മൂവ് ചെയ്യേണ്ടത് ആ നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ A1 തന്നെ കൊടുത്തു. ഇനി രണ്ടാമത്തത് സെലക്ട് ചെയ്തു, ലിങ്ക് എടുക്കുക. ഇതിൽ ഫെബ്രുവരിയിലെ A1. ഇനി മൂന്നാമത്തെ ഇതിൽ ലിങ്ക് ചെയ്തു, ഞാൻ മാർച്ചിലെ A1. ഇനി ഏപ്രിലെ ലിങ്ക് ചെയ്യാം. ഇവിടെ A1 ഏപ്രിൽ. ഇവിടെ ഓൾറെഡി ലിങ്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഫസ്റ്റ് ഷീറ്റിൽ ഇതിൽ വരും. ഇനി ഇപ്പൊ മാർച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർച്ചിന്റെ ഷീറ്റിൽ പോകും. ഏപ്രിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏപ്രിലും. അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെല്ലിലേക്കാണ് ലിങ്ക് ചെയ്യേണ്ടത്, ആ സെൽ റെഫറൻസ് കൊടുത്താൽ അത്. എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ലിങ്കിൽ ഞാൻ ഇവിടെ A10 എന്ന് കൊടുത്തു. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ A10ലേക്കായിരിക്കും കേഴ്സർ മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടോട്ടലിന്റെ സെല്ലിലേക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് ഒരു ഐക്കൺ കൊടുത്തിട്ട് തിരിച്ച് ബാക്കിലേക്ക് ഒരു ലിങ്ക് കൊടുക്കണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഇതിൽ ഷേപ്പ്, ഇപ്പൊ ഞാൻ ഈ ഷേപ്പ് ഇൻസേർട്ട് ചെയ്തു. ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഇനി എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇത് ലിങ്ക് ചെയ്യുക. ഈ ലിങ്കിൽ നമ്മുടെ ഏത് ഷീറ്റിലേക്ക് വരേണ്ടത്, സമ്മറിയിൽ എനിക്കൊരു A5ലേക്കാണ് ലിങ്ക് വരേണ്ടത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് A5ലേക്ക് ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് കോപ്പി എടുത്തിട്ട് മറ്റുള്ള ഷീറ്റിലേക്കും പേസ്റ്റ് ചെയ്യാം. കോപ്പി, എല്ലാ ഷീറ്റിലും അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഇവിടേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറി ഒരു ഷീറ്റിലും ഡീറ്റെയിൽസ് വേറെ ഷീറ്റിലും കൊടുത്തിട്ട് ഇതുപോലെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലെ നമുക്ക് പുറത്തുള്ള വെബ്സൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഷീറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.